ഞങ്ങൾക്ക് ഇത് തന്നെ ശ്വാസം മുട്ടല്. പിന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. അതുങ്ങളെ ഇപ്പോഴേ ചുമ ഈ പുക ഇങ്ങോട്ട് ശ്വസിച്ചു വരുമ്പം കഥ അടച്ച് പരക്കാത്ത കയറിയിരിക്കുന്നത്, മാസ്കും ഒക്കെ ഇട്ട്. പിന്നെ രോഗികളുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയാവോ ഞങ്ങൾക്ക് ഇത് വന്നതിന് വേണ്ടി? ശ്വാസം മുട്ടില്ലാത്തവർക്കെല്ലാം ശ്വാസം മുട്ടാ. പിന്നെ അതിന്റെ പുകയടിക്കുന്നുണ്ട്, സ്മെല്ലടിക്കുന്നുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് നേരത്തേന് തലയ്ക്ക് ഒരു വല്ലാതെ അങ്ങ് വരും ആ സ്മെല്ലടിക്കുമ്പോൾ. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. സൗണ്ടോ എന്നാ സൗണ്ടാ ഇവിടെ, മനുഷ്യർ കിടന്നുറങ്ങാൻ വയ്യാത്ത പൊട്ടിത്തെറികളും. ഏരൂർ പഞ്ചായത്തിലെ വിളക്കുപാറയിൽ ജനവാസ മേഖലയിൽ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്ലാന്റിൽ നിന്നും പുറന്തള്ളുന്ന വിഷപ്പുകയും മലിനജലവും നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുകയാണ്. ഇതിനകം കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രികളിൽ ചികിത്സ തേടിയതായി നാട്ടുകാർ പറയുന്നു. ഇത് അതേപോലെ തന്നെ ഇതിന്റെ പുക വളരെ ഭയങ്കരമായ കറുത്ത പുകയാ. രാവിലെ പുക വരുമ്പോ നമുക്ക് ശ്വാസം മുട്ടലുണ്ടാവും. വീടിനകത്തെല്ലാം പുക കെട്ടിക്കിടക്കും, ശ്വാസം മുട്ടല. അതുപോലെ വെള്ളത്തില് കിണറ്റിന് ചെവ വരും പുക മഴ പെയ്ത് കഴിയുമ്പോ. അങ്ങനെ ഉണ്ട്. അതുപോലെ കൊച്ചുങ്ങൾക്ക് സുഖമില്ലാതെ, അതായത് ശ്വാസം മുട്ടല്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടൽ പുക ഉണ്ടാവും. ഇപ്പൊ ഇത് വരുമ്പോഴാണ് ശ്വാസം മുട്ടൽ വരുന്നത്. അത് ശ്വാസം മുട്ട ആ പിള്ളേർക്ക് പിന്നെ സോഡിയം ഒക്കെ കുറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാസത്തെ ഒരു 2-3 പ്രാവശ്യം ഞങ്ങൾ ഇത് പ്രവർത്തിച്ചു കഴിയുമ്പോ നമ്മൾ ആശുപത്രിയിൽ പോവുക. അങ്ങനെ ഒരു മാസത്തെ അല്ലാതെ തന്നെ പനിയും കാര്യങ്ങളും ഒക്കെ ആശുപത്രി പോകും. അതിന്റെ കൂടെ തന്നെ ഇതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ആരോഗ്യ പ്രശ്നം ഒരുപാടുണ്ടാവുന്നു. ഇവിടെ നിന്നും പുറന്തള്ളപ്പെടുന്ന മലിനജലം ഒഴുകി കൃഷിയും ജലാശയങ്ങളും പരിസരത്തെ കുടിവെള്ള കിണറുകളും മലിനപ്പെടുകയാണ്. കൂറ്റൻ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ പരിസരത്തെ വീടുകളുടെ ഭിത്തികളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഈ സ്ഥിതി തുടർന്നാൽ ഏത് നിമിഷവും വീടുകൾ തകർന്നു വീഴുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. 2 വർഷം മുമ്പ് അഞ്ചൽ, ഏരൂർ പഞ്ചായത്തുകളിലായുള്ള 5 റോഡുകളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കരാറുകാർ ഇവിടെ ടാർ മിക്സിംഗ് പ്ലാന്റ് ആരംഭിച്ചത്. ഇതിനെതിരെ നാട്ടുകാർ അന്ന് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയെങ്കിലും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എത്തി പ്രതിഷേധക്കാരുമായി ചർച്ച ചെയ്യുകയും നിർമ്മാണത്തിലിരിക്കുന്ന റോഡുകളുടെ ടാറിംഗ് കഴിഞ്ഞാലുടൻ പ്ലാന്റ് ഇവിടെ നിന്നും മാറ്റുന്നതാണെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ 2 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിയില്ല എന്ന് മാത്രമല്ല, മറ്റു പല നിർമ്മാണ പ്രവർത്തികൾക്കുള്ള ടാർ മിക്സ് ചെയ്ത് ഇവിടെ നിന്നുമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. താമസിക്കുന്നു അവിടെ പോലും ഞങ്ങൾക്ക് പിന്നെ ഇതിന്റെ മണം വരുന്ന കേട്ടാൽ നമുക്ക് അത്രയ്ക്ക് ഭയങ്കര ശല്യമാണ്. നമുക്ക് അതിന്റെ താറ് ബുദ്ധിക്കുന്നതല്ല, പ്ലാസ്റ്റിക് നമ്മുടെ വീട്ടിലേക്ക് കത്തിക്കുന്നതൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇവർ കാണിച്ചു വെക്കുന്നത്. ഇതിപ്പോ ഇന്നാളും ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടുത്തെ ഈ ആള് പറഞ്ഞു, അവരടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ് വണ്ടി എങ്ങാണ്ട് കഴുകി എൻ്റെ വെള്ളം ഇറങ്ങി വന്നു. ഒരു വണ്ടി കഴുകി എത്ര വെള്ളമൊന്നും വരുന്നില്ല ഇവിടെ. ഇന്നലെ എന്തുവായിരുന്നു ഇവിടെ? ആർക്കും പ്രതികരണമില്ല, ആരും പ്രതികരിക്കേണ്ട. ഒരു ശ്വാസം മുട്ടുള്ള ആൾക്കാർ, എത്രയോ സുഖമില്ലാത്ത ആൾക്കാരെ, പൊടിക്കൊച്ചുങ്ങളുള്ളവരെ ഈ തോട്ടിൽ താഴോട്ട് മാറി ആൾക്കാർ കുളിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ മൊത്തം ഈ തോട് എവിടം വരെ പോകുന്നതെന്നറിയാമോ? ഈ തോട് അങ്ങ് അഞ്ചല് അവിടെയൊക്കെ കഴിഞ്ഞ് പോകുന്ന തോടായത്. അങ്ങനെ എല്ലായിടത്തും ഇറക്കുന്നിടത്ത് ഈ ആൾക്കാർ കിടന്ന് ഇല്ലാത്ത നാശങ്ങൾ കാണിച്ചു വെച്ച് ഞങ്ങൾക്കിവിടെ ജീവിക്കാനൊക്കത്തെ രീതിയിൽ കൂടെ ഇവന്മാർ കാണിച്ചു വയ്ക്കുന്നു. അതിനകത്തൊരു കുളം വെട്ടിയിട്ടുണ്ട്. അത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഷീറ്റ് അടിച്ച് മറച്ച് വെച്ചിട്ട് ആ കുളം കാണണമെങ്കിൽ അവിടെ ഇല്ല, കാട്ടിൽ കയറി ഇരിക്കണം. MLAയും പഞ്ചായത്ത് അധികൃതരും നൽകിയ ഉറപ്പ് പാലിക്കണമെന്നും അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എന്നാൽ നിലവിൽ ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല എന്നും പ്ലാന്റ് വൃത്തിയാക്കിയപ്പോഴുള്ള മലിനജലം തോട്ടിലേക്ക് ഒഴുകിയെത്തിയതാണെന്ന വിചിത്രവാദമാണ് പഞ്ചായത്ത് അധികൃതരും പ്ലാന്റുമായി ബന്ധപ്പെട്ടവരും ഉന്നയിക്കുന്നത്. നാട്ടുവാർത്ത, ഏരൂർ.